അപ്പോൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് റെസ്പെക്റ്റ് ആണ്. നിങ്ങളുടെ ഗുരുക്കന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. അത് ആദ്യ പാഠം നിങ്ങളെ പഠിപ്പിച്ചു തന്ന അമ്മയിൽ നിന്ന് തന്നെ ആകട്ടെ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്തെല്ലാം വിജ്ഞാനം നിങ്ങളുടെ ലൈഫ് ടൈമിൽ നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ടോ അതിന് കാരണക്കാരായ എല്ലാ ഗുരുക്കന്മാരോടും നന്ദിയും ആദരവും ബഹുമാനവും കാണിക്കുക. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളെ സഹായിച്ച എല്ലാ ആളുകളെയും ഗുരുതുല്യരായി തന്നെ കണ്ട് ആദരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അടുത്തത് ലീവ് ഫോർ നൗ ആണ്. നിങ്ങളുടെ ഇപ്പോഴും നിലവിലുള്ള സ്ട്രഗിൾസ് എന്ത് തന്നെയായിരുന്നാലും, അത് ജോബ് ഓറിയൻറ്റഡ് ആയിരുന്നാലും, റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും, സാമ്പത്തികപരമായ കാര്യമായിരുന്നാലും, സാമൂഹികപരമായിട്ടുള്ള കാര്യമായിരുന്നാലും, എന്താണെങ്കിലും നിങ്ങളെ തളർത്തുന്ന തരത്തിലുള്ളവ നിങ്ങളുടെ സോൾ പർപ്പസിന് ഉതകുന്നതല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അതിനെല്ലാം ഉപേക്ഷിക്കേണ്ട സമയമാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. ഏത് രീതിയിലാണോ നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്നത് അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഉപേക്ഷിക്കാൻ മടി ഉണ്ടാകരുത്, ഭയത്തോടെ കാണുകയും അരുത് എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അതുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ ആ ഇമോഷൻ നിങ്ങൾ ഓവർകം ചെയ്യുക. അതുപോലെ തന്നെ ആ ഇമോഷൻസിനൊന്നും ദീർഘായുസ് ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അടുത്തത് ന്യൂ ബിഗിനിങ് ആണ്. ഇപ്പോൾ നിങ്ങളിൽ ഡിവൈൻ ടൈമിങ് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. അത് പൂർണ്ണമായും നിങ്ങളിലോട്ട് പ്രതിഫലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാസ്റ്റിലെ വേദനകളും ഇമോഷൻസും എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. പഴയതിനെ ഉപേക്ഷിച്ച് അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരികയുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അടുത്തത് ബി പോസിറ്റീവ് ആണ്. ജീവിതത്തിൽ ചലഞ്ചസ് വരുന്നത് നിങ്ങളെ തകർക്കാനോ തളർത്താനോ അല്ല, മറിച്ച് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. നിങ്ങളുടെ വിൽ പവറും അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്തും എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ടാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ ലൈഫിൽ വരുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. എല്ലാത്തിനും പിറകിൽ ഒരു ഡിവൈൻ പ്ലാൻ തന്നെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. എല്ലാം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ആ സത്യത്തെ അംഗീകരിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കുവാനുമാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അടുത്ത മെസ്സേജ് ബി ഓപ്പൺ ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് മിറാക്കിൾസ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത മെസ്സേജ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയം ആയി എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അത് പല രൂപത്തിലും നിങ്ങളിലോട്ട് അപ്രതീക്ഷിതമായി എത്തിച്ചേരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അതിനുവേണ്ടി ഹൃദയശുദ്ധിയും പ്രവൃത്തിശുദ്ധിയും ചിന്താശുദ്ധിയും വരുത്തി ആ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകൂ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത മെസ്സേജ് എറ്റേണൽ ബോണ്ടാണ്. ഭഗവാനുമായിട്ടുള്ള നിങ്ങളുടെ ആത്മബന്ധം സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഭഗവാനുമായി അത്രയേറെ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോള് ഭഗവാനുമായി അത്രയേറെ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ എന്ത് സാഹചര്യം വന്നിരുന്നാലും നിങ്ങളെ താങ്ങി നിർത്തുന്നതിനായി ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അത്രയേറെ ഡീപ്പറായിട്ടുള്ള ബോണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് ഭഗവാനുമായിട്ടുള്ളത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അടുത്ത കാർഡ് ഗീത ഡെക്ക് എന്നുള്ളത് കണക്റ്റഡ് ടു ഗോഡ് ആണ്. സെയിം മെസ്സേജ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഭഗവാനുമായിട്ടുള്ള ഡീപ്പർ കണക്ഷൻ തന്നെയാണ് ഇവിടെയും നമുക്ക് മെസ്സേജായിട്ട് കിട്ടിയിരിക്കുന്നത്. സദാ ഭഗവാനെ സ്മരിക്കുന്ന നിങ്ങളെ ഭഗവാനിലോട്ട് അടുപ്പിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അത്രയേറെ നിങ്ങളുടെ സോള് ഭഗവാനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു
ഇവിടെ എറ്റേണൽ ബോണ്ടിൽ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും മെസ്സേജ് കിട്ടുന്നത്. അത്രയേറെ നിങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സോള് തന്നെയാണ്. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ളത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെയും തന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഭഗവാൻ കൈവിടാതെ കൈവെള്ളയിൽ തന്നെ ഭഗവാൻ കാത്തു സൂക്ഷിക്കുന്നതാണ്, കാത്തു സംരക്ഷിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.